മക്കളെ, നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. റാഷി ഈസ് സ്റ്റാൻഡിങ് ഇൻ എ ക്യൂ. ഹെർ പൊസിഷൻ ഇൻ ദ ക്യൂ ഈസ് ഷോൺ ബിലോ. റാഷി എന്ന് പറയുന്ന കുട്ടി ഒരു ലൈനിൽ നിൽക്കുന്നതിൽ അവളുടെ സ്ഥാനമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ രാഘവ് എൻഡിലും ഹീര ഫ്രണ്ടിലുമാണുള്ളത്. റാഷി ഉള്ളത് 15th ഫ്രം എൻഡിലും 8th ഫ്രം ഫ്രണ്ടിലുമാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി പീപ്പിൾ ആർ ദർ ഇൻ ദ ക്യൂ ഓൾ. ക്യൂവിൽ എത്ര ആൾക്കാരുണ്ട്? അപ്പം എങ്ങനെ എണ്ണാം? ഇങ്ങൊന്നും എടുത്തേക്ക് ഇവൾ 15ാമത്തെ കുട്ടി അല്ലേ. ഇനി 7 ആൾ മുമ്പിലുണ്ട് അല്ലേ. ഇവളുടെ സ്ഥാനം മുമ്പിൽ നിന്ന് 8ാമതാണ്. അപ്പം ഇങ്ങോട്ടേക്കിന് 7 ഉണ്ട്. 15ഉം 7ഉം എത്രയാ? 22, 22 അല്ലേ. ഹൗ മെനി പീപ്പിൾ ആർ ദർ ഇൻ ദ ക്യൂ അറ്റ് ഓൾ? 22. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് എ ലാർജർ വാല്യൂ ദാൻ 5 into 6. ഇപ്പോൾ 5 into 6 വലിയ വാല്യൂ ഉള്ളത് ഇതിൽ ഏതിനാണ്? 7 into ഇത് ഓരോന്നും നമുക്ക് ചെയ്ത് നോക്കാം. 5 into 6 എന്ന് പറഞ്ഞാൽ 30, 7 into 5 35, 9 into 2 18, 6 into 5 30, 3 into 10 30. അപ്പോൾ 30 വലുത് വരുന്നത് 7 into 5. ഓപ്ഷൻ നമ്പർ എ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മനു ഹാഡ് എ ഡോക്ടേഴ്സ് വിസിറ്റ് ഓൺ മൺഡേ 11 February. 11 February മനു എന്ത് ചെയ്തു? ഒരു ഡോക്ടറെ കാണാൻ പോയി. ഹി ഹാസ് ടു വിസിറ്റ് അഗെയിൻ ഓൺ ട്യൂസ്ഡേ ഓഫ് ദ നെക്സ്റ്റ് വീക്ക്. നെക്സ്റ്റ് വീക്ക് ട്യൂസ്ഡേ വീണ്ടും അവൻ കാണാൻ വേണ്ടി പോകണം. വാട്ട് ഈസ് ദ ഡേറ്റ് ഓഫ് ഹിസ് നെക്സ്റ്റ് വിസിറ്റ്? നെക്സ്റ്റ് വിസിറ്റിൻ്റെ ഡേറ്റ് ഏതാണ്? 11 വരുന്നത് മൺഡേ ആണ്. അപ്പം വിസിറ്റ് ചെയ്യേണ്ടത് നെക്സ്റ്റ് വീക്കിലെ ട്യൂസ്ഡേ. അപ്പം നെക്സ്റ്റ് മൺഡേ ഏത് ദിവസമാണ് വരാമെന്ന് കണ്ടുപിടിക്കുക. 11ൻ്റെ കൂടെ 7 കൂട്ടിയാൽ നെക്സ്റ്റ് മൺഡേ കിട്ടും. അപ്പോൾ എത്രയാണ് വരിക? 18. അപ്പം നെക്സ്റ്റ് ട്യൂസ്ഡേ മൺഡേ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസമാണ് ട്യൂസ്ഡേ. അപ്പം 19 February ആയിരിക്കും. അപ്പോൾ ഏത് ഓപ്ഷനാണ് വരുന്നത്? ഓപ്ഷൻ നമ്പർ സി, 19th February ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എ ടീച്ചർ ഗിവ്സ് ഹർ സ്റ്റുഡൻസ് എ വർക്ക്ഷീറ്റ് വിത്ത് 5 questions എവറി ഡേ. 5 questions ഉള്ള ഒരു വർക്ക്ഷീറ്റ് ടീച്ചർ എല്ലാ ദിവസവും കുട്ടികൾക്ക് കൊടുക്കും. ഷീ അവാർഡ്സ് ഹർ സ്റ്റുഡൻസ് എ സ്റ്റാർ ഫോർ എവറി കംപ്ലീറ്റഡ് വർക്ക്ഷീറ്റ്. ഒരു വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? ഒരു സ്റ്റാർ കൊടുക്കും. ഹിയർ ആർ ദ സ്റ്റാർസ് 2 students ഹേൺഡ് ഇൻ ദ ലാസ്റ്റ് വീക്ക്. ലാസ്റ്റ് വീക്കിൽ 2 കുട്ടികൾക്ക് കിട്ടിയ സ്റ്റാറാണിത്. ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി മോർ ക്വസ്റ്റ്യൻസ് ഡിഡ് സുരി ആൻസർ ദാൻ പിയ. പിയനേക്കാൾ എത്ര ക്വസ്റ്റ്യൻസ് ആണ് സുരി എന്ത് ചെയ്തത്? അറ്റൻഡ് ചെയ്തത്. ഇപ്പോൾ ഒരു വർക്ക്ഷീറ്റിൽ എത്ര ക്വസ്റ്റ്യൻസാണ് ഉള്ളത്? 5 questionസാണ് ഉള്ളത്. അപ്പോൾ 2 വർക്ക്ഷീറ്റ്, ഒരു വർക്ക്ഷീറ്റ് അറ്റൻഡ് ചെയ്തതിനാണ് ഒരു സ്റ്റാർ. അപ്പോൾ 5 ചോദ്യം അറ്റൻഡ് ചെയ്താൽ 1 സ്റ്റാർ കിട്ടും. 10 ചോദ്യം അറ്റൻഡ് ചെയ്താൽ 2 സ്റ്റാർ കിട്ടും. അപ്പോൾ ഇവളെക്കാളും ഇവർക്ക് 2 സ്റ്റാർ അധികം എന്ന് പറയുമ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും? 10 questions അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ അധികം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഷോൺ ബിലോ ആർ 3 figures. ഇവിടെ 3 ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദീസ് ഫിഗേഴ്സ് ആർ മെയ്ഡ് ഓൺലി സ്ട്രെയിറ്റ് ലൈൻസ്. ഇതിൽ സ്ട്രെയിറ്റ് ലൈൻസ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഫിഗർ ഏതാണ്? ഓപ്ഷൻ നമ്പർ 1ഉം ഓപ്ഷൻ നമ്പർ 3ഉം ഉണ്ട് അല്ലേ. ഓൺലി 1 and 3. മറ്റേതിൽ ഒരു സ്ലാൻഡഡ് ലൈൻ അതുകൊണ്ട് അതിങ്ങനെ ഒരു ചെരിവില്ലേ. പക്ഷെ ഇത് സ്ട്രെയിറ്റ് ലൈനാണ് കേട്ടോ, തെറ്റാത്ത ലൈനാണുള്ളത്. ഇവിടെയും അതെ തെറ്റാത്ത ലൈനാണുള്ളത്. സോ ഓപ്ഷൻ നമ്പർ സി, 1 and 3. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫുഡ് ഐറ്റംസ് ഹാസ് ഡെഫിനറ്റ്ലി ബീൻ പ്രിപ്പയർഡ് ബൈ കുക്കിംഗ്. കുക്ക് ചെയ്തിട്ടുണ്ടാക്കിയ ഫുഡ് ഐറ്റം ഏതാണ്? ചോപ്ഡ് ഫ്രൂട്ട്സ് കുക്കഡ് അല്ല അല്ലേ. വാട്ടർമെലൺ ജ്യൂസും കുക്കഡ് അല്ല. വെജിറ്റബിൾ സാലഡും കുക്കഡ് അല്ല. ഇതിൽ നമ്മൾ മുറിച്ചിട്ട് അങ്ങനെ തന്നെ കഴിക്കുന്നതാണ്. പൊട്ടാറ്റോ ചിപ്സ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് കുക്ക് ചെയ്യണം. സോ ഓപ്ഷൻ നമ്പർ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 4 animals ആർ ഷോൺ ബിലോ. 4 ആനിമൽസിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ട്രൂ ഓഫ് ഓൾ ഓഫ് ദം. ഇതിൽ ഈ 4നെ കുറിച്ചും പറയുന്ന ഏത് കാര്യമാണ് ശരി? ദേ ക്യാൻ ഫ്ലൈ. ബ്ലാക്ക് ആൻഡിന് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഇത് റോങ് ആണ്. ദേ ക്യാൻ വാക്ക്, ഇവർക്കെല്ലാം നടക്കാൻ പറ്റും. ദേ ഹാവ് എ ബീക്ക്, അവർക്കൊന്നും ബീക്കില്ല. ദേ ഹാവ് ഫെദേഴ്സ്, അതും തെറ്റാണ്. അപ്പോൾ ഏതാ ശരി? ദേ ക്യാൻ വാക്ക്. ഇതിൽ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? നടക്കാൻ പറ്റും അല്ലേ. ബി, ദേ ക്യാൻ വാക്ക് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ആനിമൽസ് ആർ ദർ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിലെല്ലാം കൂടെ എത്ര ആനിമൽസ് ഉണ്ട്? ഇതിൽ എത്ര ആനിമൽസ് ഉണ്ട്? ഇതൊരു ഇൻസെക്റ്റ് ആണ്, ഇതൊരു ബേർഡാണ്, ഇതൊരു ഫിഷാണ്. അപ്പോൾ ആനിമൽസ് വരുന്നത് എത്ര എണ്ണമാണ്? ഡോഗും ടൈഗറുമാണ് ആനിമൽസ്. സോ ഓപ്ഷൻ നമ്പർ എ ഈസ് ദ റൈറ്റ് ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോമൺ എമംഗ് ദ ലിവിങ് തിങ്സ് ഷോൺ ബിലോ? താഴെ കാണിച്ചിരിക്കുന്നവർക്ക് എന്താണ് കോമൺ? ദേ നീഡ് വാട്ടർ, ഇവക്കെല്ലാം വെള്ളം വേണം. ദേ ലിവ് ഓൺ ലാൻഡ്, ഇവരെല്ലാം കരയിൽ താമസിക്കുന്നതാണ്. ദേ മേക്ക് ദെയർ ഓൺ ഫുഡ്, അവർ സ്വന്തമായി ഫുഡ് ഉണ്ടാക്കും. ദേ ക്യാൻ മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, അവർക്ക് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റും. ഇതിലേതാ കറക്റ്റ്? ദേ നീഡ് വാട്ടർ അല്ല, എല്ലാവർക്കും എന്ത് വേണം? വെള്ളം വേണം. അടുത്ത ക്വസ്റ്റ്യൻ, ജാക്ക് ലിവ്സ് ഇൻ ആൻ അപ്പാർട്ട്മെൻറ്റ് നിയർ ഹിസ് അങ്കിൾസ് ഹൗസ്. ജാക്ക് അവൻ്റെ അങ്കിളിൻ്റെ വീടിനടുത്തുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നു. ഹി ലിവ്സ് വിത്ത് ഹിസ് ഫാദർ, അവൻ അവൻ്റെ അച്ഛൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. മദർ ആൻഡ് ബേബി സിസ്റ്റർ, അവരുടെ കൂടെ ആരെല്ലാം ഉണ്ട്? മദർ ആൻഡ് ബേബി സിസ്റ്ററും കൂടി ഉണ്ട്. ഹിസ് ഫാമിലി ഈസ് കോൾഡ് എ ഡാഷ്, അവൻ്റെ ഫാമിലി എന്ത് പറയുന്നു? ജോയിൻറ്റ് ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി, നെയ്ബർ ഫാമിലി, സിംഗിൾ പാരൻറ്റ് ഫാമിലി. സോ വിച്ച് ഈസ് കറക്റ്റ്? നെയ്ബർ ഫാമിലി അല്ലേ, തൊട്ടപ്പുറത്തുമായിട്ട് ബന്ധുക്കളുള്ള ഫാമിലിയാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.